കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. LP-UP കേട്ടറ്റ് സൈക്കോളജി ക്ലാസ്സിൻ്റെ പാർട്ട് 2 ആണിത്. പാർട്ട് 1 ബേസിക് സൈക്കോളജിയെക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചെറിയൊരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 3 ക്വസ്റ്റ്യൻസിലൂടെ ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് പൂർത്തീകരിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: മനഃശാസ്ത്രത്തെ രണ്ടായി തരംതിരിക്കാം, അവ ഏതൊക്കെ? മനഃശാസ്ത്രത്തെ രണ്ടായി തരംതിരിക്കുന്നു, അവ ഏതൊക്കെയാണ്? 1. കേവല മനഃശാസ്ത്രം. 2. പ്രയുക്ത മനഃശാസ്ത്രം. പാർട്ട് 1 മനഃശാസ്ത്രം, സൈക്കോളജി എന്ന വേർഡ്, ആ വേർഡിൻ്റെ മീനിങ്, അതുപോലെ മനഃശാസ്ത്രത്തിൻ്റെ ഡെഫിനിഷൻസ്, ഓരോ മനഃശാസ്ത്രജ്ഞരും തന്ന ഡെഫിനിഷൻസുമാണ് പഠിച്ചത്. ദെൻ മനഃശാസ്ത്രത്തെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്, അവ ഏതൊക്കെയാണ്? കേവല മനഃശാസ്ത്രവും പ്രയുക്ത മനഃശാസ്ത്രവും. കേവല മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ പുവർ സൈക്കോളജി, പ്രയുക്ത മനഃശാസ്ത്രം അപ്ലൈഡ് സൈക്കോളജി. സൈക്കോളജിയുടെ ബേസിക് ഫോംസ് യൂസ് ചെയ്യുന്നതാണ് കേവല മനഃശാസ്ത്രം. ഇത് അപ്ലൈ ചെയ്യുന്നതാണ് പ്രയുക്ത മനഃശാസ്ത്രം. ദെൻ കേവല മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന മനഃശാസ്ത്ര ശാഖകൾ ഏതൊക്കെ? ഒരുപാട് മനഃശാസ്ത്ര ശാഖകൾ തന്നിട്ട് ഇത് കേവല മനഃശാസ്ത്രമാണോ, കേവല മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടാത്തത് ഏത്, അതുപോലെ പ്രയുക്ത മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നത് ഏത്, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നമ്മൾ ഓരോ പഠനശാഖയും മനഃശാസ്ത്ര ശാഖയും കേവല മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നതാണോ പ്രയുക്ത മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നതാണോ എന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ കേവല മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന മനഃശാസ്ത്ര ശാഖകൾ ഏതൊക്കെയാണ്? പാരമ്പര്യ മനഃശാസ്ത്രം, ശിശു മനഃശാസ്ത്രം, ശാരീരിക മനഃശാസ്ത്രം, സാമാന്യ മനഃശാസ്ത്രം, അപസാമാന്യ മനഃശാസ്ത്രം, സാമൂഹിക മനഃശാസ്ത്രം, വ്യക്തിത്വ മനഃശാസ്ത്രം, താരതമ്യ മനഃശാസ്ത്രം, പരീക്ഷണ മനഃശാസ്ത്രം. ഇവയൊക്കെയാണ് കേവല മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ്? പാരമ്പര്യ മനഃശാസ്ത്രം, ശിശു മനഃശാസ്ത്രം, ശാരീരിക മനഃശാസ്ത്രം, സാമാന്യ മനഃശാസ്ത്രം, അപസാമാന്യ മനഃശാസ്ത്രം, സാമൂഹിക മനഃശാസ്ത്രം, വ്യക്തിത്വ മനഃശാസ്ത്രം, താരതമ്യ മനഃശാസ്ത്രം, പരീക്ഷണ മനഃശാസ്ത്രം. ദെൻ പാരാമനഃശാസ്ത്രം, നാഡീമനഃശാസ്ത്രം, ഉപബോധ മനഃശാസ്ത്രം, മനോമിതി മനഃശാസ്ത്രം ഇവയും എന്താണ്? കേവല മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ കേവല മനഃശാസ്ത്രത്തെ കുറിച്ച് കൂടുതൽ വരുന്നുണ്ട്. സാധ്യതയുള്ള എല്ലാ എക്സാമ്പിൾസും ഞാൻ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഏത് ചോദിച്ചാലും ഉത്തരം കിട്ടണം. അപ്പോൾ പാരാമനഃശാസ്ത്രം, നാഡീമനഃശാസ്ത്രം, ഉപബോധം, മനോമിതി, പരീക്ഷണം, വ്യക്തിത്വം, താരതമ്യം, സാമൂഹികം, അപസാമാന്യം, സാമാന്യം, ശാരീരികം, ശിശു, പാരമ്പര്യം ഇവയെല്ലാം കേവല മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നതാണ്. ദെൻ പ്രയുക്ത മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന മനഃശാസ്ത്ര ശാഖകൾ ഏതൊക്കെയാണ്? പ്രയുക്ത മനഃശാസ്ത്രത്തിൽ വരുന്നതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, നൈദാനിക മനഃശാസ്ത്രം, ക്രിമിനൽ മനഃശാസ്ത്രം, ചികിത്സാ മനഃശാസ്ത്രം, സൈനിക മനഃശാസ്ത്രം. ഇവയൊക്കെ എന്താണ്? പ്രയുക്ത അപ്ലൈഡ് സൈക്കോളജിയിൽ വരുന്നതാണ്. പ്രയുക്ത മനഃശാസ്ത്രം കൃത്യമായിട്ട് പഠിക്കുക. ഇത് പഠിച്ചാലും മറ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. കേവല മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിൽ പ്രയുക്തമുണ്ടെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. അപ്പോൾ പ്രയുക്ത മനഃശാസ്ത്രം കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ കേവല മനഃശാസ്ത്രം കോഡുകൾ വെച്ചിട്ടോ ഒക്കെ പഠിച്ചെടുക്കാൻ നോക്കുക. പ്രയുക്ത മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന ശാഖകളാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, നൈദാനികം, ക്രിമിനൽ, ചികിത്സ, സൈനികം. ദെൻ വ്യവസായ മനഃശാസ്ത്രം കൂടിയുണ്ട് കേട്ടോ. വിദ്യാഭ്യാസം, നൈദാനികം, ക്രിമിനൽ, ചികിത്സ, സൈനികം, വ്യവസായം. ഓക്കെ, ഈ ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ചെറിയൊരു ടോപ്പിക്കാണ്, കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.